ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ +1 റിസൾട്ട് വന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമായിരുന്നു, റീവാലുവേഷന് കൊടുത്തിട്ട് കാര്യമുണ്ടോ, മാർക്ക് കൂടുമോ, എത്ര കൂടും, ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മാർക്ക് പോകുമോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങൾ. മാത്രമല്ല ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ പറയുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് അതിനകത്ത് ബാച്ചസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ +2 ബാച്ചിൽ ജോയിൻ ആവുന്നവർക്ക് +1 ഇംപ്രൂവ്മെന്റ് ഫ്രീ ആണ്. അപ്പൊ അതുപോലെ കിടിലൻ ഓഫർ കാര്യങ്ങളും മറ്റു ഓഫറുകളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് അബോ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഒക്കെ നിൽക്കുന്ന പല കോൺസെപ്റ്റുകൾ മനസ്സിലാവുന്നില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അഡ്ഡപടലം ഫെയിലായവർ വരെ SLCയിലൊക്കെ മിനിമം A+ ഉള്ള പയ്യന് നമ്മുടെ ബാച്ചിലെ റിസൾട്ട് നോക്കൂ. നിങ്ങൾക്ക് എത്ര A+ ഉണ്ടായിരുന്നു, എന്നിട്ട് എത്ര റിസൾട്ട് ഇപ്പം വന്നു. അപ്പൊ അതുമായിട്ട് കമ്പയർ, ഈ പയ്യനൊരു ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ 4 A+. അപ്പൊ അവന്റെ സ്ട്രീമിലെ സബ്ജക്റ്റുകളെല്ലാം നല്ല മാർക്കുണ്ട്. മാത്സ് അവർക്ക് ഉണ്ടായിരുന്നില്ല സ്ട്രീമിൽ, അവർ VHSC ആയിരുന്നു. മാത്സ് ചുമ്മാ സൈഡായിട്ട് നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയി, സ്കൂളിലൊന്നുമില്ല, എന്നിട്ട് പഠിച്ചിട്ടും കണ്ടോ ആ മാർക്ക്. മാത്സും സീരിയസ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ആയേനെ. ഇത് ഞെട്ടിക്കൽ റിസൾട്ടാണ്. അപ്പൊ ഞാൻ പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓൾറെഡി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇതിനകത്ത് ഇത് ഞെട്ടിക്കൽ റിസൾട്ടാണ്. 2 തവണ ഫെയിലായി നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാലേ, +2 എഴുതിയപ്പോൾ ഫെയിലായി, വീണ്ടും സേ എഴുതിയപ്പോൾ ഫെയിലായി, എന്നിട്ട് പിന്നീട് നമ്മളെ കുറിച്ച് അറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയപ്പോൾ നോക്കൂ, പിന്നെ ഫെയിലായി കഴിഞ്ഞാൽ +1ഉം +2 എഴുതാം. അങ്ങനെ റൂൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവർ +1 എഴുതിയപ്പോൾ തന്നെ ഡബിൾ പാസ് കിട്ടിയെന്നേ. 2 വട്ടം ഫെയിലായ സ്റ്റുഡന്റിന് +2 എഴുതിയപ്പോഴോ A+-നടുത്ത്. അപ്പൊ A+ എന്ന് പറയുന്ന ഒന്നും വലിയ ഒരു സംഭവമല്ല എന്ന് മനസ്സിലാക്കുക. സംഭവമല്ല ഇൻ ദ സെൻസ്, നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. 2 തവണ ഫെയിലായവർക്ക് വരെ 46 ഒരു 6 മാർക്ക് കൂടി A+ ആയില്ലേ. അപ്പൊ അതാണ്, അങ്ങനെ അഡ്ഡപ്പടലും ഫെയിലായവർ ഒരുപാട് കേസിന് ഞാൻ അധികം പറയുന്നില്ല. കൂടുതൽ അതിനകത്ത് ഈ റിസൾട്ട് ചെയ്ത് ഇപ്പം 16 മാർക്ക് +1 ഫെയിലായിട്ട് ഫിസിക്സ് ഫെയിലായി, പിന്നെ +2 അതിനകത്ത് ഫെയിലായപ്പോൾ സേ എഴുതിയപ്പോൾ കണ്ടോ 40 മാർക്ക് കുറഞ്ഞ സമയം കൊണ്ട്. അങ്ങനെ ഒരുപാട് 9, 31 ആയ കേസുകൾ, 17, 30 ആയി, 10, 28, 14, 32, അതുപോലെ 5, 24 6, 32 അങ്ങനെ ഒരുപാട് 6, 32, 6, 27, 5, 24 അതുപോലെ തന്നെ അഡ്ഡപ്പടലം ഫെയിലായിട്ട് 8 മാർക്കൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ +2 എങ്ങാണ്ട് 5, 7 മാർക്ക് ഫിസിക്സിൽ, +1 8 മാർക്ക്, എന്നിട്ട് 28 മാർക്കിലോട്ടും പിന്നെ കെമിസ്ട്രി 29ലോട്ടും. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് ബാച്ചസ്, അതുപോലെ +2 ബാച്ചസ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് അർജന്റീനയൊക്കെ ആ ഒരു കംബാക്ക് വന്നില്ലേ, തിരിച്ചു വന്നതുപോലെ നിങ്ങൾക്കും തിരിച്ചു വരാം. അപ്പൊ എന്നെ ഈ നമ്പറിലെ ബാച്ചിൽ ജോയിൻ ആകാൻ, ഈ നമ്പറിൽ ഓൾറെഡി ബാച്ച് സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് ജോയിൻ ആയി നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ട്. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. 77 36 70 70 45 എന്നെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പം മാത്രമല്ല നമ്മുടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ +2 ഒക്കെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അപ്പൊ ലിങ്കുകൾ അങ്ങ് ഞാൻ വാരി വിതരാൻ പോവാണ് കമന്റ് ബോക്സിൽ. അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ സെറ്റാക്കാൻ നമുക്കിന്ന് ഒന്നും പേടിക്കണ്ട. പിന്നെ അതിനകത്തെ മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക്, ഞാൻ ഈ പറഞ്ഞ പയ്യന്റെ കേസിനെ, എവിടെയാണ് നമ്മുടെ പയ്യന്റെ SLCയിൽ മിനിമം A+ ഉണ്ടായിരുന്നിട്ടും അവന്റെ സ്ട്രീമിലെ സബ്ജക്റ്റുകളൊക്കെ ഫുൾ A+ അടിച്ച ആ പയ്യന്റെ ഈ പയ്യൻ, നമ്മുടെ എപ്പോഴും പറയുന്നത് നമ്മുടെ ഈ പയ്യന് അതിനകത്ത് +1 ഫിസിക്സിലെ 49 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവൻ റീവാലുവേഷൻ കൊടുത്താണ് 52 ആയത്. അപ്പൊ കൂടിയില്ലേ. അപ്പൊ എത്ര പേരെ കൂടാറുണ്ട്, ചില കേസുകളിൽ എന്ത് ചെയ്യാറുണ്ട്, 10% മുകളിൽ കൂടിക്കഴിഞ്ഞാൽ 60 മാർക്കുള്ള സബ്ജക്റ്റിന് 6 മാർക്ക് അല്ലെങ്കിൽ മുകളിൽ കൂടിയാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും നിങ്ങളുടെ എമൗണ്ട്, ഇംപ്രൂവ്മെന്റ് അടച്ച ഫീസ്. അപ്പൊ നിങ്ങൾക്ക് 6 മാർക്ക് വരെ കൂടാറുണ്ട്. അല്ലെങ്കിൽ ചില കേസുകളിൽ 8 മാർക്കൊക്കെ കൂടിയ കേസുകൾ കമന്റുകൾ കാണാൻ സാധിച്ചു. അപ്പോൾ 80 മാർക്കിൽ 8 മാർക്ക് കൂടിയാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും എമൗണ്ട്, 8 അതിൽ കൂടുതലോ ആയാൽ. ഇനി മാർക്ക് കുറഞ്ഞാലോ, ഉള്ള മാർക്ക് പോകില്ല എന്നേ, അതവിടെ നിൽക്കും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പക്ഷെ ഒരു കാര്യം, അതിനകത്ത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പം റീവാലുവേഷൻ കൊടുത്ത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ, ഏത് എക്സാം കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും. അതൊരു ബുക്കിൽ അല്ലെങ്കിൽ എഴുതി വെക്കാം. എന്നിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് കൃത്യമായി അപ്പം തന്നെ കണക്ക് കൂട്ടി വെക്കുക. എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ മാച്ച് ചെയ്ത് നോക്കുക. ആ മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ റീവാലുവേഷൻ കൊടുക്കണം. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയില്ലേ. അല്ലാണ്ട് പരീക്ഷയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതൊന്നും നോക്കൂല എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആയി കൊടുത്തു നോക്കൂ. ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഫോട്ടോ കോപ്പി പലപ്പോഴും അതിനകത്ത് ഫോട്ടോ കോപ്പി നമുക്ക് കിട്ടി മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം, നമ്മുടെ ആൻസർ ഷീറ്റ് അറിയാം എന്നല്ലാണ്ട് അതിന് പിറകെ നടക്കാനൊക്കെ പലപ്പോഴും അതിനകത്ത് മാർക്ക് കിട്ടിയതായിട്ട് ഞാൻ അതിനകത്ത് എപ്പോഴോ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ കിട്ടിയെന്നൊക്കെ. പക്ഷേ അതിനെ പിറകെ പോയി പലരും അതിനകത്ത് മാർക്ക് കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ. അപ്പോൾ വളരെ അപൂർവമായിട്ട് അങ്ങനെ കിട്ടിയേക്കാം. പക്ഷെ അതിനെ പിറകെ നടന്ന് അങ്ങനെയൊക്കെ പോകേണ്ടി വന്നേക്കാം, ചിലപ്പം കോടതി വരെയൊക്കെ പോകേണ്ടി വന്നേക്കാം. പക്ഷെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ
കൂടാറുണ്ട്. സ്ക്രൂട്ടിനി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അതിനകത്ത് മാർക്ക് എവിടെയെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിട്ടില്ലെങ്കിൽ അതും കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് സംഗതികൾ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ആകാൻ ഈ നമ്പർ മറക്കണ്ട കേട്ടോ. ഇംപ്രൂവ്മെന്റും പ്ലസ് 2 ബാച്ചസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 27 36 70 70 45. അപ്പം നമുക്ക് ആ ഒരു കംബാക്ക്, പ്ലസ് 1 മാർക്ക് കുറവാണെങ്കിലും അർജന്റീനയൊക്കെ കണ്ടില്ല, ഇംഗ്ലണ്ടിനായിട്ടും അല്ലെങ്കിൽ ഈജിപ്തിനായിട്ടും ആ ഈജിപ്തിനൊക്കെ ആയിട്ട് പിറകുന്ന് തിരിച്ചു വന്നത്. അപ്പം അത്രയും നമുക്കും തിരിച്ചു വരാൻ അടിപൊളിയായിട്ട് ഇംപ്രൂവ്മെന്റും പ്ലസ് 2 ഒക്കെ അടിച്ച് എടുത്ത് പറന്നങ്ങ് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.